ഈശോയ്ക്കും അമ്മ മാതാവിനും ഈ സമയം 1000 നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഈ കൃപാസനത്തിൽ കടന്നു വരുവാനും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാനും എനിക്ക് ഈശോ തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. എൻ്റെ പേര് ജോഷി സിൽജൻ. ഞാൻ വരുന്നത് തൃശ്ശൂരിലുള്ള ആനന്ദപുരം ഇടവകയിൽ നിന്നാണ്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 15/2/2025 എൻ്റെ കൂട്ടുകാരിയുടെ മകൾക്കും എനിക്കും ഒരു കൈവേദന വന്നതിൻ്റെ പേരിലാണ്. ഞാനിവിടെ കടന്നു വരുമ്പോൾ ആദ്യം തന്നെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്ന് അച്ഛനെ കാണാൻ ഉടമ്പടി എടുക്കണമെന്ന് അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ കൈ ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെ ഇത് പുറകോട്ട് പോകത്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എൻ്റെ ഈ കൈവേദന മാറ്റി തരണേ. ആ സമയം തന്നെ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വേറെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഹോളിൽ പോയി. ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം ഞാനവിടെ ആരംഭിച്ചു. കൃപാസനത്തെക്കുറിച്ച് 2019 ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഇവിടെ ഇത്രയും ദൂരത്ത് വന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ എനിക്ക് ഒട്ടും ദൂരമല്ല. എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സന്ദേഹം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടി എത്തുന്നത് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നെ കാണുമ്പോൾ ആർക്കും വലിയ ദുഃഖമുള്ളതായിട്ടൊന്നും തോന്നില്ല. എങ്കിലും ഞാൻ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസവും വിടുതലും കിട്ടിക്കൊണ്ടിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന നിയോഗം വെച്ചിരുന്നത് അയർലൻഡിലേക്ക് പോകാനുള്ള എൻ്റെ വിസ റെഡിയാകുവാനും ഞാനിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കടബാധ്യതകൾ മാറുവാനും വേണ്ടിയായിരുന്നു. അയർലൻഡിലേക്കുള്ള വിസ ഞാൻ വെച്ചു. പ്രാർത്ഥനയിൽ തുടർന്നു കൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡിൽ പോകാനുള്ള ഒരു മെറിറ്റും എനിക്കില്ല. ഞാൻ ബേസിക്കലി ഒരു ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് നേഴ്സസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ തൊട്ടടുത്തുള്ള ഒരു നേഴ്സിംഗ് ഹോമിൽ അവരെ പരിചരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഞാൻ ഇതിന് വേണ്ടി വയ്ക്കുന്നത്. അങ്ങനെ അയർലൻഡിലേക്ക് പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെങ്കിലും എല്ലാം ഒരു തടസ്സമാണ്. എന്നും ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കും. അപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്നെ രൂപാന്തരീകരണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ഓരോ സമയവും ഓരോ ടോപ്പിക്കുകൾ എന്നോട് പറയുമ്പോൾ അത് ഞാൻ പോയി ബൈബിൾ എടുത്ത് വായിച്ച് എന്നിൽ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയൊരു വചനം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പുറപ്പാട് 33:17 ഇതും ഞാൻ നിനക്ക് ചെയ്തു തരും, എന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അത് മോശയോട് പറയുന്ന വാക്കാണ്. മോശ ജനങ്ങളെയും കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകാനായിട്ട് നിന്നപ്പോൾ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈശോ അവനോട് പറയാണ്, ഇതും ഞാൻ നിനക്ക് ചെയ്തു തരും. അങ്ങനെ ആ ഒരു വാചനമാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നും 5:30 തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കാണും. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് അച്ഛൻ പറയുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറയുന്ന ചെങ്കടലും സീനായി മലയും എല്ലാം ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് ആരുമില്ലാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്ത് ഒന്നുമില്ലാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ പഠിക്കാനായിട്ട് പുറത്ത് പോയി. അവിടെ വെച്ച് അവന് ബയോമെട്രിക്സ് ലഭിക്കാതെ തിരിച്ചു വന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉരുവിടും. വെള്ളത്തിൽ കൂടി നീ പോയാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല.
എൻ്റെ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു പ്രതീതിയായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. നിന്നെ വെള്ളം വന്ന് മൂടുകയില്ല, ചതഞ്ഞ ഞാങ്ങണ അവൻ ഓടിക്കുകയില്ല, പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഉടമ്പടിയിൽ എനിക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഗ്രഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അച്ഛൻ പറയുന്ന ഓരോ വചനവും അനോയിൻമെൻറ്റ് എനിക്കും കിട്ടി. പറയുന്ന ഓരോ വചനങ്ങളും എന്നെ തന്നെ ആഴപ്പെടുത്തി. ഞാനിപ്പോഴും ബൈബിൾ വായിക്കും. എനിക്കൊരു തുണ്ട് സമയം കിട്ടിയാൽ ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ ഞാൻ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ സിനിമ കാണും, പിന്നെ റീൽസ് കാണും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സമയം കളഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ നിന്ന് കളഞ്ഞു. ഞാൻ യൂട്യൂബിൽ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യങ്ങളും ഓരോ വ്യക്തികളും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്കെന്നാണ് ഇവിടെ സാക്ഷ്യം വന്ന് പറയാൻ പറ്റുക. എനിക്ക് സാക്ഷ്യം പറയാൻ കൊതിയായിരുന്നു. എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കുന്ന വിധങ്ങൾ, എന്നെ കാക്കുന്ന, അല്ലെങ്കിൽ ആ മടിയിൽ കിടത്തി എന്നെ താലോലിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കൊതിയായിരുന്നു. കാരണം അത്രമാത്രം മാതാവ് എന്നെ എടുത്തുയർത്തിയിട്ടുണ്ട്. എൻ്റെ അയർലൻഡിന് രണ്ടാമത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയാണ്. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഞാനൊരു ആദ്യത്തെ ഒരു ഏജൻസി എന്നെ ഫേക്ക് ആയിരുന്നു. അതിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഒരു ഏജൻസി അയർലൻഡിൽ തന്നെയുള്ള ഒരു ഏജൻസി ആയിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ചേച്ചിയുടെ വയസ്സ് എത്രയാണ്? ഞാൻ പറഞ്ഞു 50. അന്ന് എനിക്ക് 50 അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാരണവശാലും ചേച്ചിക്ക് പോരാൻ പറ്റില്ല. ചേച്ചി എന്തോർത്തിട്ടാണ് ഈ ഒരു ബയോഡാറ്റ എനിക്ക് തരുന്നത്? ഞാൻ പറഞ്ഞു, ശരി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റും. അന്നും അതൊരു ഹിന്ദു ഏജൻ്റാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, എനിക്ക് മാതാവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അയർലൻഡിലേക്ക് വരും. കഴിഞ്ഞ് വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു. ഒരു ദിവസം ആ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ 4 വീലറും 2 വീലറും ഓടിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഹൗസുകളിൽ പോയിട്ട് നഴ്സിംഗ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ചേച്ചി വരുന്നു? ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അറ്റൻഡ് ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലെടുത്തു. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നാവിൽ പുരട്ടി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ മോള് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ അവിടെ ഇരുന്ന ആ ആൾ വിചാരിച്ചു എന്നെ ആരോ അസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ആ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി. അപ്പോൾ എന്നോട് ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ചേച്ചിക്ക് ഒരു ചാൻസ് ഇല്ല, ചേച്ചി അത് വിട്ടേരെ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് മകൻ പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ പേരിൽ ഒരുപാട് കടങ്ങൾ കയറി ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും ഞാൻ? അപ്പോഴും ഞാൻ ബൈബിൾ വായന തുടർന്നു, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ഇതിൽ നിന്നൊന്നും മാറിയില്ല. എൻ്റെ ഉടമ്പടിയിൽ നിന്നും ഞാൻ വ്യതിചലിച്ചില്ല. കറക്റ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ, ഇത് എൻ്റെ 3ാമത്തെ ഉടമ്പടി കഴിഞ്ഞു, 4ാമത്തെ ഉടമ്പടി ഞാൻ ഇന്ന് പുതുക്കി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി. ഞാൻ എപ്പോൾ വണ്ടിയിൽ കയറിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഇവിടെ എല്ലാവരും പറയില്ലേ, മേഘങ്ങളിൽ മാതാവിനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി മേഘത്തിലേക്കൊക്കെ നോക്കും. നമ്മുടെ ഈ മാതാവ് കൃപാസനത്തിൻ്റെ അമ്മ അവിടെ ഉണ്ടല്ലോ, എനിക്ക് കൂട്ടുണ്ടല്ലോ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും എന്നെ ഇട്ടെറിഞ്ഞു പോയപ്പോഴും എന്നെ താങ്ങാനും എനിക്ക് തുണയാവാനും എൻ്റെ കണ്ണീരൊപ്പാനും ഓടി വന്ന ഒരമ്മയുണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുക. അന്ന് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു വണ്ടിയിൽ നിന്നും JCBയിൽ നിന്ന് വീണ ഒരു കല്ലുമ്മ തട്ടിയിട്ട് ഞാൻ നേരെ ഫാസ്റ്റ് ട്രാക്കിലേക്ക് വീഴുകയാണ്. റൈറ്റ് സൈഡിലേക്ക് ഞാൻ വീഴുകയാണ്. അവിടെ വീണപ്പോൾ നല്ല സ്പീഡിലാണ് ഞാൻ അന്നൊരു 60 മൈൽ സ്പീഡിലൊക്കെയാണ് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന എല്ലാവരും തലയിൽ കൈവച്ചു. ആ ചേച്ചി പോയി. കാരണം ഞാനും എൻ്റെ വണ്ടിയും തമ്മിൽ ഒരു വിരലിൻ്റെ പോലും വ്യത്യാസമില്ല. ഞാനിങ്ങോട്ടും വീണു, വണ്ടി അങ്ങോട്ടും വീണു. ആ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ വന്നിരുന്ന ഒരു വലിയ ടൂറിസ്റ്റ് ബസ്, അവർക്ക് ചവിട്ടിയെ കിട്ടില്ല, എൻ്റെ വണ്ടിയുമ്മ കയറിപ്പോയി.
വണ്ടി ലോസായി, ടോട്ടൽ എല്ലാം ഇതായിപ്പോയി. ഞാൻ അവിടെ വീണ് കിടന്നു. എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഫെയിലായി. എൻ്റെ തൊട്ട് പിറകിൽ ഹൈവേ ആണ്, ഭയങ്കര സ്പീഡിലാണ്, അന്ന് തിരക്കുള്ള റോഡാണ്, വണ്ടികളെല്ലാം വന്നു. അപ്പോൾ ഓടി ഒരു ഡോക്ടറാണ് വന്നത്. അത് അമ്മ മാതാവായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കണേ. കാരണം ആ എൻ്റെ തൊട്ട് പിറകിൽ വരുന്ന കാറിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഒരു എൻ്റെ ഒരു സംരക്ഷണമായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. എനിക്ക് വീണെങ്കിലും ആ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊരു ഡോക്ടറാണ്, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ബോധം കെട്ടു. എന്നെ എല്ലാവരും കൂടി ആംബുലൻസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പം എനിക്ക് ഒരു ഫ്രാക്ചറും ഇല്ല. എൻ്റെ കേസ് അന്വേഷിച്ച പോലീസ് പറഞ്ഞത്, ചേച്ചിയുടെ വീഡിയോ കണ്ട ഞാൻ ഞെട്ടിപ്പോയി. കാരണം ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ചേച്ചി വിളിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കരുണ കൊണ്ടാണ് ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന സമയത്താണ് എന്നെ വീണ്ടും ഈ ഏജൻസി വിളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, ചേച്ചി നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നോന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ IELTS പഠിച്ചിട്ടില്ല, OET എക്സാം എഴുതിയിട്ടില്ല, എനിക്ക് ഒരു മെറിറ്റില്ല. നമ്മുടെ 0 ഡിജിറ്റ് കാണുന്ന പോലെ 0.00 അത്രേ ഉള്ളൂ എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ മോന് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ട് ഒരു 3:45 സമയത്താണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത്. മക്കളാരും തന്നെ എൻ്റെ കൂടെ ഇല്ല. എനിക്ക് സൂം ഇൻ്റർവ്യൂകളൊന്നും അത്ര പരിചയമില്ല. ഞാൻ സൂം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയറായി. ഒരു യൂട്യൂബിൽ അപ്പോഴും ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം എടുത്തു, ഉപ്പെടുത്തു, കാശ് രൂപ എടുത്തു. ഞാൻ പ്രിപ്പയർഡായി ഒരു നോർമൽ ഡ്രസ്സ് ഇട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവി, ഇതാണ് എനിക്ക് ഇനി ഒരു രക്ഷയുള്ളൂ. നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഇതൊന്ന് ചെയ്തു തരണം, അപ്പുറത്തെ സൈഡിൽ നീ ആയിരിക്കണം എന്ന് മാത്രം ഞാൻ മാതാവിനോട് പറഞ്ഞു. ഇൻ്റർവ്യൂ എടുത്തു. ആ മാഡം പറഞ്ഞ എല്ലാ ചോദ്യത്തിനും ഞാൻ നന്നായി തന്നെ ആൻസർ ചെയ്തു. ഇംഗ്ലീഷ് ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല, എന്നിട്ടും അവർ ചോദിച്ച എല്ലാത്തിനും ഞാൻ നല്ല നോർമലായിട്ട് ആൻസർ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശ് രൂപയുണ്ട്. മാതാവ് ഞാനിങ്ങനെ കാണുന്നുണ്ട്, മാതാവാണെന്നുള്ളൊരു ഇതിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത് തിരഞ്ഞെടുത്ത്? ബേസിക്കലി നീ ഒരു ലാബ് ടെക്നീഷ്യനല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പാരൻസിനെ നോക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ രോഗികളെ നോക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അവർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെൻ്റെ പേഷ്യൻ്റ് അല്ല, അവരെൻ്റെ പാരൻസാണ്. അതുകൊണ്ട് തന്നെ ഞാനതിൽ കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്, ഞാനത് ചെയ്യാൻ റെഡിയാണ് എന്ന് ഞാൻ അവരോട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, എൻ്റെ സാലറി പറഞ്ഞു, അവരുടെ അക്കോമഡേഷൻ പറഞ്ഞു, എല്ലാം ആ സമയത്ത് തന്നെ പറഞ്ഞു. ഓക്കെ, അവർ ബായ് പറഞ്ഞു, ഞാനും ബായ് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, എനിക്ക് മാതാവ് അത് തരും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഏജൻറ്റ് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായി? ഞാൻ പറഞ്ഞു, നന്നായാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ശരിയായിട്ടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ. എനിക്ക് അതിനുള്ളൊരു യോഗ്യത ഉണ്ടാവില്ല വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനിക്കാൻ പോയി. നമ്മുടെ വാർഷിക ധ്യാനം പള്ളിയിൽ നടക്കുന്ന സമയമായിരുന്നു. ഞാൻ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഏജൻറ്റിൻ്റെ കോൾ വന്നു. അവരെന്നോട് ചോദിച്ചു, ജോഷി സിൽജൻ അല്ലേ? ഞാൻ പറഞ്ഞു, ആണ്. നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് ഓഫർ ലെറ്ററും വർക്ക് പെർമിറ്റും വരും. നിങ്ങൾ ഓർക്കണം, അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ, ഇത് വേറൊരു രാജ്യത്തേക്കുള്ള ഇൻ്റർവ്യൂ അല്ല. എന്നിട്ട് അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. അവിടെ ഇരുന്ന് തന്നെ ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. ഇതൊന്നും എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു അറിവോ ഒരു ഞാനോ എൻ്റെ പ്രവൃത്തി പരിചയമോ ഒന്നുമല്ല. ഒരു പെർസെൻറ്റേജ് പോലും എനിക്കില്ല. ഉടമ്പടി ധ്യാനം കേൾക്കുന്ന, ഉടമ്പടിയിൽ ജീവിക്കുന്ന, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന, ബൈബിള് വായിക്കുന്ന, ഓരോ സമയത്തും ഇപ്പോൾ ഞാൻ വണ്ടിയുമ്പോൾ പോകുമ്പോൾ എൻ്റെ മുന്നിലുള്ള വണ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിറകിലുള്ള വണ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അടിക്കടി കൃപാസനത്തിൽ വരും. എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും സങ്കടം വന്നാൽ അതെ ഇവിടെ വന്ന് ഞാനിരിക്കും. എന്നിട്ട് മാതാവിനോട് എൻ്റെ സങ്കടങ്ങൾ പറയും, ഞാൻ എഴുന്നേറ്റ് പോകും. വേറെ ആരോടും ഞാനൊന്നും ഷെയർ ചെയ്യാറില്ല. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുള്ള ഒരു ഗോൾഡൻ 7 ഉണ്ട്. അന്നാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞ് ആ ഒരു 10 മണി ആയപ്പോൾ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ VSFന് പോയി, വിസ വെച്ചു.
അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരൊരു 1.5 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ 1.5 മാസമായി അവർ എനിക്ക് ഈ കഴിഞ്ഞ അച്ഛൻ പറഞ്ഞില്ലേ, അന്നും ഡെയിലി ബ്രെഡിന് അച്ഛൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേപ്പറുകൾ എടുത്ത് വെച്ചോ എന്ന്. ഞാൻ എൻ്റെ മോളുടെയും എൻ്റെയും പേപ്പറുകൾ, എൻ്റെ മോൻ്റെയും ഒക്കെ പേപ്പർ എടുത്ത് വെച്ചു, പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങൾ സിസ്റ്റത്തിൽ കയറി നോക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. 26-ാം തീയതി വെള്ളിയാഴ്ച ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വന്നിട്ടുണ്ട്, നമ്മുടെ വിസ വന്നിട്ടുണ്ട്, അപ്രൂവ്ഡ് ആണ്. അങ്ങനെ തിങ്കളാഴ്ച എൻ്റെ വിസ കിട്ടി. ഞാൻ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു 6-ാം തീയതി. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 7-ാം തീയതി പോയാൽ മതി, കാരണം മാതാവിൻ്റെ ദിവസം 7-ാം തീയതി ആണല്ലോ. അതുകൊണ്ട് എനിക്ക് 7-ാം തീയതി തന്നെ 10:30 ഫ്ലൈറ്റിന് ഞാൻ പോവാണ്. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ തൊട്ടടുത്തുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് അമ്മമാർ, അവർ ഒത്തിരി ബെഡ് റിഡൻ ആയിട്ടുള്ള അമ്മമാരാണ്, അവരെല്ലാം ശുശ്രൂഷിക്കും, കഞ്ഞി കൊടുക്കും, അവരെ കുളിപ്പിക്കും. അത് ഞാനിങ്ങനെ ഒരു എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകും. അത് രാവിലെ എന്നില്ല, വൈകിട്ടെന്നില്ല, എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുക സമയത്ത് പോകും. പിന്നെ തൊട്ടടുത്ത് ആശാഭവനുണ്ട്, അവിടുത്തെ സിസ്റ്റർമാർ. അപ്പോൾ ഞാൻ ബേസിക്കലി ലാബ് ടെക്നീഷ്യനാണ്. അപ്പം ഞാൻ ലാബ് ടെസ്റ്റുകളൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട്, ഇങ്ങനെ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. സർവീസ് ചാർജൊന്നും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആധ്യാത്മിക ജീവിതം, അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ക്ഷമിച്ചുകൂടാ, എന്തുകൊണ്ട് നിങ്ങൾ പകരം ചോദിക്കുന്നു, എന്നും ഡെയിലി ബ്രെഡിലെ ഓരോ വചനങ്ങളാണ് എൻ്റെ ജീവിതത്തിനെ രൂപപ്പെടുത്തി കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വാഗ്ദാന പേടകത്തിൽ നമ്മുടെ ഉടമ്പടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി നേരം വൈകിയാലും കാലങ്ങൾ ഇച്ചിരി പിന്നിട്ടാലും അത് നമ്മൾ സാധിക്കാതെ പോവില്ല. കാരണം വാഗ്ദാനത്തിൻ്റെ പേടകമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചിലപ്പോഴൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ, ഞാനത് അച്ഛൻ്റെ ക്ലാസ് കേട്ടത് കൊണ്ടാണ് കേട്ടോ. ഉടമ്പടി ധ്യാനം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. എന്നിട്ട് ഞാൻ റോഡ് സൈഡിലൊക്കെ ചെന്നിക്കും, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കും. അപ്പോൾ ചിലവർ പറയും, അതൊന്നും നിങ്ങൾക്ക് വേണ്ട, ഒരു കൃപാസനം എന്നൊക്കെ ചിലവർ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവർക്ക് ഉടമ്പടി കൊടുത്തിട്ട് പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഉടമ്പടി പത്രം കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ, ഞാനും ബൈക്ക് ഓടിക്കും, വണ്ടി ഓടിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ നടന്നു പോകണമെങ്കിൽ അച്ഛൻ പറയില്ല, 1 മൈൽ ദൂരം പോയെന്ന് 2 മൈൽ പോകും. ഞാൻ അവർ ഏത് പ്ലേസാണോ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ പോയിട്ട് ഞാൻ അവരെ കൊണ്ടാക്കും. അവരപ്പോൾ ഒരുപാട് താങ്ക്സ് എന്നോട് പറയാറുണ്ട്. അങ്ങനെ എൻ്റെ ഈ 7-ാം തീയതി എനിക്ക് അയർലൻഡിലേക്ക് പോകാനായിട്ട് സാധിച്ചത് ഒരു അവസരം, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ ഇതായിട്ട് കാണുന്നില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരു തരി പോലും എനിക്കില്ല എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. മാതാവ് ഒരു മധ്യസ്ഥം, അച്ഛനെപ്പോഴും നമ്മളോട് പറയാറുണ്ടല്ലോ, മാതാവാണ് ഇവിടെ ഇതായിട്ട് മധ്യസ്ഥം ജാമ്യമായിട്ട് നിൽക്കുന്നത്. അപ്പം മാതാവിന് നാണക്കേട് വരുത്താൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാകണം എന്ന് അച്ഛൻ പറയാറുണ്ട്. അതൊക്കെ ഞാൻ പൂർണ്ണമായി പെർഫെക്റ്റ് ആയി എന്നല്ല, എന്നാലും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അത് ആക്കി വരുവാണ്. ഇനി അവിടെ ചെന്നാലും എല്ലാവരെയും സ്നേഹിച്ച്, ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കാനും, അങ്ങനെ എൻ്റെ ഉടമ്പടിയിൽ ഒരു വിശുദ്ധ ജീവിതം, അച്ഛൻ പറയുന്ന പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും ഉള്ള കൃപ ഈശോയും അമ്മയും എനിക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് കടങ്ങളുണ്ടായി. അപ്പോൾ ഞാനത് എൻ്റെ ഏതെങ്കിലും ഒരു വസ്തു വിൽക്കണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ലാബ് ഞാൻ വിറ്റു. അതിന് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഒരു വില കിട്ടി, അതെനിക്ക് വിൽക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഒരു ഭൂമി ഉണ്ടായിരുന്നു, അതും എനിക്ക് വിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഒരു ആശ്വാസം ലഭിച്ചു. ഇനി എൻ്റെ മകള് ഇപ്പോൾ 10th അതുമാത്രമാണ് എനിക്കിപ്പോൾ വിഷമം തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞത്, ഞാനല്ലാതെ പിന്നെ ആര്,
നമുക്ക് ഇപ്പം നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, മാതാവല്ലാതെ പിന്നെ ആര്? നമുക്ക് ആരുമില്ല. അപ്പോൾ അച്ഛൻ നമ്മളോട് പറയാറില്ലേ, ഈ ഭൂലോകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. അതായത് കാരണം എനിക്ക് ദൈവം മാത്രമേ ഉണ്ടായുള്ളൂ, അപ്പോൾ ദൈവത്തിന് ഞാൻ മാത്രമായി. ആ രീതിയിലാണ് നമ്മൾ ദൈവം ട്രീറ്റ് ചെയ്യുന്നത്. മാതാവ് കുരിശിൻ്റെ വഴിയിലൊക്കെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഓരോ കുരിശിൻ്റെ വഴിയിലും മാതാവ് നമ്മുടെ കൂടെയുണ്ട്. മാതാവ് നമ്മളെ കൈവിടത്തില്ല. എന്തൊരു ആഗ്രഹം പറഞ്ഞാലും മാതാവ് അത് തക്ക സമയത്ത് കാനായിലെ കല്യാണ വിരുന്നിൽ ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നാണ് എനിക്കെൻ്റെ ജീവിതസാക്ഷ്യമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ അയർലൻഡിൽ പോവുകയാണ്. എൻ്റെ മക്കളെ ഞാൻ എൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കാരണം അമ്മയ്ക്കറിയാലോ ഞാനിവിടെ ഇല്ല. അപ്പോൾ 10th അവളെപ്പോഴും പഠിക്കാൻ പിറകിലാണെങ്കിലും ഞാൻ അവൾക്ക് ഉപ്പ് കൊടുക്കും, തൈലം കൊടുക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിക്കും. എന്നിട്ട് ബൈബിൾ വായിപ്പിച്ചിട്ടാണ് പഠിക്കാനിരുത്തുക. എല്ലാവരും പറയണത് അവൾ ബാക്ക്വേഡാന്നാണ്. പക്ഷെ അവൾ ബാക്ക്വേഡാണെങ്കിലും മാതാവുണ്ട് കൂടെ. അതുമാത്രമാണ് എൻ്റെ ഒരു ആശ്വാസം. അങ്ങനെ ഈശോയ്ക്കും അമ്മയ്ക്കും എന്നെ പോകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും 1000 നന്ദി. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ പലരും വരുന്നത് കണ്ണീരോടെയാണ്. പരിശുദ്ധ അമ്മ വഴി കൃപാസനം അമ്മയിലൂടെ ഈശോയിൽ നിന്നാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരാശ്വാസമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് ആശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. സുഗമമായ വഴിയിലൂടെ ഇടറാതെ തളരാതെ ഈശോയിലേക്ക് നയിക്കുന്നതും ഉടമ്പടിയിൽ നിലനിർത്തുന്നതുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹവും സംരക്ഷണവുമാണ്. അങ്ങനെയുള്ള ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നല്ല സാക്ഷ്യമാണ് ജോഷി വിൽസൺ നമ്മോട് പങ്കുവച്ചത്. ഒരു ബന്ധുവിൽ കൂടിയാണ് കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്. പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൈവേദന പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഉടമ്പടി എടുത്തു. ഐലൻഡിൽ പോകാനുള്ള ആഗ്രഹത്തോടെയാണ്. പക്ഷേ പല അറ്റംപ്റ്റ് ചെയ്തെങ്കിലും അതൊന്നും സക്സീഡ് ആയില്ല. ഒന്നാമത്തെ കാര്യം, അയർലൻഡിൽ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ലാബ് ടെക്നീഷ്യനാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് കിട്ടുവാനായിട്ട് സാധ്യത കുറവാണ്. പിന്നീട് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഇല്ല, ഏജ് ഓവറാണ്. അതൊക്കെ നോക്കുമ്പോഴത്തേന് യാതൊരു രീതിയിലും ഒരു മെറിറ്റുമില്ല ജോഷി വിൽസണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വഴി തേടുകയായിരുന്നു ഈ മകളുടെ ഒരാഗ്രഹം. അങ്ങനെയാണ് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അയർലൻഡിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. അതും അമ്മ തന്നെയാണ് ഈ ജോലി നൽകിയെന്നുള്ള ഒരു പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട്. കാരണം അത് 7th ഡേറ്റിലാണ് ഈ മകൾ അയർലൻഡിന് പോകുന്നത്. ജൂലൈ 7, അതായത് ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ മക്കൾക്കെല്ലാവർക്കും 7 എന്ന അക്കം കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മയുടെ ഒരു സഹായം നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ മകൾ പറയുന്ന ഇൻ്റർവ്യൂയുടെ സമയത്തും പല പ്രാവശ്യവും 2-3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ അത് കിട്ടിയില്ല. പക്ഷേങ്കിൽ പിന്നീട് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറയുന്നത്. കാരണം എനിക്കിവിടെ യാതൊരു മെറിറ്റുമില്ല ഈ ജോലി കിട്ടുവാനായിട്ട്. ഇത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് വീണ്ടും ജോഷി വിൽസൺ നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞത്. കാരണം അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു കഴിവുമില്ലെങ്കിലും
ഗ്രേസിലാണ് നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളെയും ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വാത്സല്യവും പരിപാലനയും നമ്മുടെ ഒപ്പം ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവത്തിൻ്റെ സഹായം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സങ്കീർത്തനം 91:14 പറയുന്നത് പോലെ, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ടാണ് ഞാൻ അവനെ സംരക്ഷിക്കുന്നു എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെയാണ് നാം ദൈവത്തോട് സ്നേഹത്തോടെ ഒട്ടി നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജോഷി വിൽസൻ്റെ ജീവിതത്തിൽ അവിടെ മെറിറ്റ് ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ മകൾക്ക് ജോലി കിട്ടി ജൂലൈ 7 അയർലൻഡിന് പോകുന്നത്. പിന്നീടുണ്ടായിരുന്ന കടബാധ്യതയും പ്രോപ്പർട്ടി വിൽക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് കടബാധ്യത നീക്കുവാൻ സാധിച്ചു. ആക്സിഡൻ്റ് സമയത്തും ദൈവത്തിൻ്റെ ഒരു വലിയൊരു സംരക്ഷണമാണ്. എല്ലാവരും വിചാരിച്ചു ആളില്ല എന്ന് വിചാരിക്കുമ്പോഴും അവിടെയും താങ്ങി നിർത്തുന്ന ആ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ കരുതലും ഈ മകളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു. ജോലി കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂയുടെ സമയത്ത് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞ ആ ഉത്തരം വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ മകൾ പറഞ്ഞത്, അവർ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഈ മകൾ പറഞ്ഞത്, അവരെൻ്റെ പേഷ്യൻസ് അല്ല, എൻ്റെ പേരൻ്റ് ആണെന്നാണ്. ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരെ സ്വന്തം അച്ഛനായിട്ടും അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു സന്മനസ്, ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കാനുള്ള ആ സ്നേഹത്തോടെയുള്ള ആ ഉത്തരം കേട്ടപ്പോഴേ ഒരുപക്ഷെ അതും ആ മെറിറ്റിന് ഒരു വഴി തെളിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്യുവാനും മറ്റുള്ളവരെ സ്വന്തം കുടുംബത്തിലെ അംഗമെന്ന പോലെ ഉടമ്പടി മക്കളെ സ്നേഹിക്കുവാനും അവർ പരിപാലിക്കുവാനും ഒക്കെ ഉള്ളൊരു നമ്മുടെ ഒരു സന്മനസ് കിട്ടുന്ന ഒരു മനോഭാവം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ സെലക്ട് ആവുകയാണ്. അവിടെയും ഈശോയും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഉത്തരങ്ങളും ഈശോയുടെ അവിടെ ചേർന്ന് നിൽക്കുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ മറ്റുള്ളവർക്കും ആ സ്നേഹം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഉടമ്പടിയിലൂടെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീക്ഷ്ണത നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോഷി വിൽസൺ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും സംരക്ഷണവും ജോലിയും കടബാധ്യതയിൽ നിന്നുള്ള വിടുതലും ക്രമീകരിക്കാനുള്ള ആ സഹായത്തിനുമെല്ലാം എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.